2026 വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ ഇന്ത്യ ഖത്തറിനോട് പരാജയപ്പെട്ട് നോക്ക്ഡ് ഔട്ട് ആയത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി ഇന്ത്യക്ക് ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ ഈ ഒരു തവണ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട. അതേസമയം നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് കടന്നില്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം രാജിവെച്ച് പോകുമെന്ന് നിക്കോ സ്റ്റിമാച്ച് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇന്ത്യ തോറ്റാലും കുഴപ്പമില്ല, സ്റ്റിമാച്ച് ഒന്ന് പോയി കിട്ടിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്ക്. അതേസമയം ഇന്ത്യ തോറ്റതിന് പിന്നാലെ പുറത്തായെന്നുറപ്പാണ് നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കല്യാൺ ചൗബെ പുതിയൊരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ റഫറിംഗ് ഹെഡായിട്ടുള്ള ട്രെവർ കെറ്റിലും കാര്യങ്ങളായിട്ട് സംസാരിച്ചു. ഞങ്ങൾ ഫിഫയ്ക്ക് ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ ഒന്ന് പുനഃപരിശോധിക്കണം. ഞങ്ങൾ ജയിക്കാൻ അർഹതയുള്ളവരായിരുന്നു. ഞങ്ങൾ തെറ്റായ തീരുമാനം മൂലമാണ് പരാജയപ്പെട്ടത്. ഞങ്ങൾക്ക് ഇനിയും ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ വേണം എന്നാണ് കല്യാൺ ചൗബെ പറഞ്ഞത്. ആക്ച്വലി അണ്ണൻ പറഞ്ഞത് ഇത് വെറും മീഡിയ സ്റ്റണ്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വെറും പബ്ലിസിറ്റി സ്റ്റണ്ടായിരിക്കും. യൂറോ കപ്പിൽ പോർച്ചുഗലിൻ്റെ യോഗ്യത വരെ ഇങ്ങനെ ഒരു അവസരത്തിൽ കയ്യാലപ്പുറത്തായതാണ്. അപ്പം റഫറിയുടെ തീരുമാനം തെറ്റായി എന്ന് പറഞ്ഞിട്ട് നമുക്കത് അപ്പീൽ ചെയ്ത് മാറ്റാനൊന്നും പറ്റത്തില്ല. വെറുതെ ഒരു പരാതി കൊണ്ടു കൊടുക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ക്രിസ്റ്റൽ ജോണിനെതിരെ പരാതി കൊടുത്ത പോലെ വെറുതെ പേരിനൊരു പരാതി കൊടുക്കാം എന്നുള്ളതല്ലാതെ ഈ ഒരു റിസൾട്ടിന് യാതൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പം ഇന്ത്യ എന്തായാലും അപ്പീൽ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം കല്യാൺ ചൗബെ പറഞ്ഞതുകൊണ്ട് അപ്പീൽ കൊടുക്കുന്നുണ്ട് എന്ന് ഞാനും വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഇനി നടപ്പിലാവാൻ പോകുന്നില്ല. അപ്പീൽ കൊടുത്താലോ അവന്മാർ ചുരുട്ടി കൂട്ടി അപ്പുറത്തെ കണ്ടത്തിലോട്ട് കളയും. അല്ലാതെ പോസിറ്റീവായിട്ട് റിസൾട്ട് ഈ കാര്യത്തിൽ ഉണ്ടാവത്തില്ല. അപ്പം താങ്ക് യു വെരി മച്ച് നിങ്ങൾ എന്നെ ഇത്രയും കാലം സഹിച്ചതിന്. ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ.